റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചകളും നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ സന്ദേശങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്നത്തെ ഒരു ചിന്ത ഇതാണ്: നാം എന്ത് കാര്യങ്ങൾ നാം ചെയ്യാനായി തയ്യാറാകുമ്പോൾ നമുക്കൊരു തടസ്സങ്ങളുണ്ട്, ഒരു ഭയമുണ്ട്. പക്ഷെ നാം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വിജയത്തിലേക്ക് വരാൻ കഴിയും. ഞാനൊരു സ്റ്റോറി വായിച്ചത് ഇങ്ങനെയാണ്: എപ്പോഴും ഭയപ്പെടുന്നൊരു വ്യക്തി, അത് നൃത്തം അറിയാൻ, അത് നൃത്തം പഠിച്ച ആളാണ്. പക്ഷെ ഒരു ചുവട് വെക്കാൻ പഠിച്ച ആളാണെങ്കിലും സമൂഹത്തിൻ്റെ, അതായത് പൊതുവേദിയിൽ അത് ചെയ്യാനുള്ളൊരു ധൈര്യം അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്. ഒരു ദിവസം ഒരു പ്രത്യേക ഒരു സെലിബ്രേഷൻ, ഒരു മീറ്റിംഗ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പരസ്യമായിട്ട് വിളിച്ചു, നീ ഒരു ചുവട് വെക്കണം, നീ ഇത് പഠിച്ച ആളല്ലേ. പരസ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ ചെന്നു. തന്നെ പഴയതുപോലെ തന്നെ ആശങ്കകളും ഭയങ്ങളും തന്നെ പിടികൂടി. പക്ഷേ തനിക്കത് ചെയ്യാൻ വല്ലാത്ത ഒരു ആങ്സൈറ്റി തന്നെ പിടികൂടിയപ്പോൾ ആ സുഹൃത്ത് കാതിൽ പറഞ്ഞു, നീ ചെയ്യേണ്ട 2 കാര്യമേ ഉള്ളൂ. അവിടെ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ്: നീ നിൻ്റെ ഉള്ളിലേക്ക് നീ ശ്രദ്ധിക്കുക. പിന്നെ നിനക്ക് ചുവട് വെക്കാനായിട്ട് അവിടെ ഇരുന്ന മ്യൂസിക് ഉള്ള റിതം, നീ അതിൽ മാത്രം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക്, നിൻ്റെ ഉള്ളിലേക്ക് നീ ശ്രദ്ധിക്കുക. അതുപോലെ നീ എന്തിനാണ് ചുവട് വെക്കേണ്ടത്, ആ താളത്തിനെ കൊടുക്കണം. സംഗീതത്തെ മാത്രം നീ ശ്രദ്ധിക്കുക. നീ ഒറ്റ മനുഷ്യരെ നീ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ ആദ്യമായും ഒരിക്കലായും താൻ അത് തുടങ്ങിയെന്നാണ് പറയുന്നത്. ആ തുടക്കം തനിക്ക് ധൈര്യം പകരും. അപ്പം അതിൽ നിന്ന് 3-4 പോയിന്റുകൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. 1, only one thing to avoid fear but fight it സ്റ്റാർട്ടിങ് ഫോർവേഡ്. അതായത് നിങ്ങൾ ഭയത്തെ നേരിടാനുള്ള ഒന്നാമത്തെ കീ എന്തുവാണെന്ന് ചോദിച്ചാൽ അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അത് അല്ലെങ്കിൽ പൊതു പ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ചെയ്യുന്ന പെർഫോമിങ്, എന്തെങ്കിലും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിൽ അതിലൊന്നാമത്തെ കീ ആണ് നിങ്ങളത് തുടക്കം. അത് ചിലപ്പോൾ അല്പം ഭയത്തോടായിരിക്കും, അല്പം ആശങ്കയോടായിരിക്കും, അല്പം വിറയലോടായിരിക്കും. പക്ഷെ തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത് അതിൻ്റെ കീ. രണ്ടാമത്, വി ക്യാൻ ഫേസ് ഫിയർ ഇൻ ബോത്ത് വേ. ഒന്നുകിൽ ഐദർ ഫ്ലീ ഫ്രം ദം ഓർ ഫേസ് ഇറ്റ്. നിങ്ങൾക്ക് അതിൽ നിന്ന് 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ അതിൽ നിന്ന് എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ഒളിച്ചോടാം, അല്ലേ നിങ്ങൾ ആ ഭയത്തെ കീഴടക്കാനുള്ള മാർഗം നിങ്ങളതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് പരസ്യമായ ഒരു കോളിംഗ് ആയിരുന്നുകൊണ്ട്, ഒരു ഇൻവിറ്റേഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യരുടെ മുമ്പിൽ. കാരണം താനത് പഠിച്ചാണെന്ന് മറ്റുള്ളവർക്ക് അറിയാം. അതിലൊന്നുകിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഘട്ടങ്ങൾ, ജയപരാജയങ്ങൾ, ഇപ്പം ഞാൻ സംഗീതത്തിൻ്റെയോ നൃത്തത്തിൻ്റെയോ കാര്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെങ്കിലും തൻ്റെ ഇടത്തോടെ അതിനെ നേരിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയും. ഒളിച്ചോടിയാലുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ പറഞ്ഞേക്കുന്നത്, those who turn back would be only their same place. Means we can say like this hidden place. അതായത് ഒളിച്ചോടുന്നവർക്ക് ആ ഒളിത്താവളത്തിൽ മാത്രം പോകണം. അവർക്ക് വേറെ ഒന്നുമില്ല, ഒന്നും അവർക്ക് പോഴാനില്ല, ഒന്നും പറയാനില്ല. പണ്ട്, അതായത് അവരെവിടെ ഇരിക്കുന്നോ ആ നിരാശയുടെ, അല്ലെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല, എല്ലാം എനിക്ക് പരാജയമാണെന്ന് പറയുന്ന ആ പല്ലവി പറയുന്ന ആ സ്ഥലത്ത് തന്നെ നീ കഴിഞ്ഞുകൂടാ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതേസമയം മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനകത്ത് അല്പം പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊരു ജയത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. പിന്നൊരു പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: ദേ മേ നോട്ട് ബി ഏബിൾ ടു സേവ് അബൌട്ട് ദെയർ ഫെയിലിയർ ഓർ റിപ്പോർട്ട്സ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കും എനിക്ക് പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരു കോമ്പറ്റീഷന് പോകാത്തവർക്ക്, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ജയവും തോൽവിയില്ലല്ലോ. അവർ പറഞ്ഞ് എനിക്ക് തോൽവിയൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിന്ദകളൊന്നുമില്ല എന്നവർക്ക് പറയാൻ കഴിയും. പക്ഷേ അവരുടെ വ്യക്തിത്വം ഒരിക്കലും വളരത്തില്ല. ശ്രദ്ധിക്കണോ ഞാൻ പറയുന്നത്? ഒന്നിനും പങ്കെടുക്കാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് അങ്ങനെ പരാജയങ്ങളില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ അവരുടെ വ്യക്തിത്വം ഒരിക്കലും തൻ്റെ അടുത്തോടെ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ധൈര്യം വരത്തുള്ളൂ, നേരിടാൻ കഴിയുള്ളൂ. അവർക്കാണ് കരുത്തുറ്റ വ്യക്തിത്വം. അവരാണ് എല്ലാ കാര്യങ്ങളെയും സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്നത്. അവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. മറന്നുപോകില്ല. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം, even if
only if you face that problems you can understand the fear already has gone. അതായത് നിങ്ങളതിനെ ഫേസ് ചെയ്യുമ്പോൾ ആ ഭയം എത്ര അസ്ഥാനത്തായിരുന്നു എന്നൊക്കെ മനസ്സിലാകും. നിങ്ങൾ ആ കാര്യങ്ങളെ നേരിടുമ്പോൾ അയ്യോ ഞാനത് എന്നേ തുടങ്ങേണ്ടതായിരുന്നു, ഞാൻ എന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വെറുതെ അമാന്തിച്ചിരുന്നു, ഞാൻ വെറുതെ ഭയപ്പെട്ടിരുന്നു, ഞാൻ തുടങ്ങേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ആ തുടക്കത്തിലേക്ക് വരുമ്പോൾ. നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, ഡ്രൈവിങ്ങൊക്കെ വണ്ടി ഓടിക്കാൻ ഭയപ്പെടുന്നവർ, ആ ഭയം അവരെ വേട്ടയിടും. പക്ഷെ ഒരു ദിവസം അവരൊരു യാത്ര ധൈര്യത്തോടെ അവരിറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ അവർക്കൊരു ധൈര്യം ലഭിക്കുകയാണ്. ആ ധൈര്യം അവർക്ക് മനസ്സിലായോ ഞാൻ എന്തിനാണ് ഇത്രയും നാൾ ഭയപ്പെട്ടിരുന്നത്, അല്ല ഞാൻ എന്താണ് ഇതുവരെ അത് ചെയ്യാത്തതെന്നൊരു തോന്നൽ അവിടെ വരികയാണ്. പിന്നെ നമുക്കറിയാം അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മുടെ ആങ്സൈറ്റി, അതായത് ആശങ്കകളാണ് നമ്മെ പലപ്പോഴും പലതിനും അകറ്റും നമ്മൾ മറന്നുപോയി. പക്ഷെ ഇത് തുടങ്ങിയാൽ മാറാവുന്നതേ ഉള്ളൂ. പലതും നിങ്ങളെ പുറമോട്ട് വലിക്കുന്ന നിങ്ങൾ അയ്യോ ഞാൻ ചെയ്തത് ശരിയാവുമോ, എനിക്കത് പ്രവർത്തിക്കാൻ കഴിയുമോ, എനിക്കതിനുള്ള നോളജ് ഉണ്ടോ, എനിക്കതിനുള്ള വിദ്യാഭ്യാസമുണ്ടോ, എനിക്കതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ള തോന്നൽ നിങ്ങളുടെ അകത്ത് വരുന്നതാണ് പുതിയൊരു കാര്യം ചെയ്യാൻ നിങ്ങളെ അകറ്റുന്നതെന്നുള്ളത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് അവിടെ, ഒരു വിടുതലിൻ്റെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണ് ജീവിത വിജയം നേടിയവർ. അതേത് പ്രൊഫഷണലിസ്റ്റിനെ നമ്മൾ നോക്കിയാൽ, അത് സംഗീത മ്യൂസിക് ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ പൊളിറ്റിക് ഫീൽഡ്, എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കൂ, ജീവിത വിജയം നേടിയവർ അവർക്കിങ്ങനൊരു തുടക്കം ഉണ്ടായിരുന്നു. ആ ഭയത്തോടെ അദ്ദേഹത്തെ മറ്റുള്ളവർ വിളിച്ചപ്പോൾ അല്പം ഭയത്തോടാണെങ്കിലും താൻ തുടങ്ങി വെച്ച ആ തുടക്കമാണ് തനിക്ക് ധൈര്യം പകർന്നത്. ഇപ്പം എല്ലാവരും അതിലൂടെ കടന്നുപോയവരാണെന്ന് നിങ്ങൾ മറന്നു പോകില്ല. ആ തുടക്കമില്ല. നമുക്കറിയാം, ഒരു വാഹനം അതായത് പഠിക്കുന്ന ലേണിംഗ് ബോർഡ് വെച്ചുകൊണ്ട് അല്ലാതെ എല്ല് വെക്കാതെ ഒരാൾക്ക് ഇറങ്ങാനൊക്കെ തരാം. അതിനൊരു നിന്നയുണ്ട്. കാണുന്നവരൊക്കെ ഇതേ പഠിക്കും, അല്ലെ അധ്യാപകൻ ആ മാസ്റ്റർ കൂട്ടിരുന്ന് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് മാസ്റ്റർ. പക്ഷേ ആ തുടക്കമില്ലാതെ ഒരാൾക്കും ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ആകാൻ കഴിഞ്ഞിട്ടില്ല. ആ ചെറിയ തുടക്കമില്ല. ഞാൻ പെട്ടെന്ന് ഹൈവേ കൂടെ പോയെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അപ്പോൾ ആ ചെറിയ തുടക്കം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്ന് അറിയുമ്പോൾ ആ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാകാതെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആ വളർച്ചയിലേക്ക് പോകാൻ ആ ചെറിയ സ്റ്റെപ്പ് ഒന്നേന്ന് നിങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ പുതുമയും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ അവർ ഏതെങ്കിലും കാര്യത്തിന് ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് തുടക്കം, വലിയ ബിസിനസ്മാൻ നമുക്കറിയാം, ഫേമസ് ഉണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കാര്യം ചെയ്യാത്ത സംരംഭങ്ങളിൽ അവർ മുഴുകിയത് കൊണ്ടാണ്. അതുകൊണ്ട് മറന്നുപോയില്ലേ, ആ പങ്കാളി അല്ലെങ്കിൽ ആ സുഹൃത്ത് ആ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എത്രയോ ഭാവിശ്യം ഞാൻ ഭയപ്പെട്ടിരുന്നു. അതിൽ നിങ്ങൾക്ക് ജയിക്കാൻ ഒന്ന്, ഭയത്തെ നേരിടാൻ. ഞാൻ പറയട്ടെ, ആ ഭയത്തെ ജയിക്കാൻ നിങ്ങൾ അതിന് ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. 2, നിങ്ങൾ ആ ഭയത്തെ നേരിടാൻ നിങ്ങൾക്ക് ഒന്നി നേരിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒളിച്ചോടാം. ആ ഒളിച്ചോടുക പഴയ അവസ്ഥയിൽ ഒന്നും നിങ്ങൾക്ക് പറയാൻ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്കതിന് ചെയ്യാൻ കഴിയും. അതുപോലെ ആമേൻ, നമുക്ക് പേടി തോന്നിയാൽ, പേടിച്ചാൽ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ വീണ്ടും നാം ഒളിത്താവളത്തിൽ തുടരേണ്ടി വരും. അതുപോലെ പ്രവർത്തിക്കുന്നവർക്ക് പറയാൻ, ചിലപ്പോൾ അവർ പ്രവർത്തിക്കാത്തവർക്ക് പറയാൻ ഇതായിരിക്കും, എനിക്കൊന്നുമില്ല, എനിക്ക് പരാജയങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ പരാജയങ്ങളാണ് നിങ്ങളെ, ആ തിരിച്ചറിവാണ് നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മറന്നു പോകില്ലേ. അതിൽ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭയം എത്ര അസ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് ആശങ്കകളാണ് നമ്മെ പലതിലും അകറ്റുന്നത്. തുടങ്ങുമ്പോഴുള്ള ഭയമേ ഉള്ളൂ. ഇതിലെല്ലാം ഉപരി എല്ലാവരും ഈ തുടക്കത്തിലൂടെ കടന്നു പോകലാണ്. നാം മറന്നു പോകില്ലേ. പുതിയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമ്മളെ നടത്തും. നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാണും വരെ നമുക്ക് വീണ്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.